വലിയൊരു വിവാദം ഇപ്പോൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. മനുഷ്യരെ നമ്മൾ പലതരത്തിൽ ചൂഷണം ചെയ്യും. ചൂഷണം ചെയ്യുന്നവർ അവരുടെ അജണ്ട കൃത്യമായി പുറത്ത് പറയണമെന്നില്ല. ചിലർ ചൂഷണമല്ല ചെയ്യുന്നത്, സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യും. രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന്, തങ്ങളുടെ യഥാർത്ഥ അജണ്ട അകത്ത് വെച്ചിട്ട് കൃത്രിമമായ ഒരു അജണ്ട ഉണ്ടാക്കി, സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു അജണ്ട ഉണ്ടാക്കി പ്രവർത്തിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ശക്തിയും പണവും സമ്പത്തും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. ഞാനിപ്പോൾ ഇത് പറയുന്നത് നന്ദഗോപനും സംഘവും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു ഫജനെ സംബന്ധിച്ച് വലിയൊരു വിവാദം വന്നിട്ടുണ്ട്. വിവാദം ചെറുതല്ല. അവർ ഒരു പള്ളിയുടെ ഒരു ക്ഷേത്രത്തിൽ ഭജൻ അവതരിപ്പിച്ചപ്പോൾ ക്രിസ്തീയ പാട്ട് പാടി. അപ്പോൾ പായസത്തിൽ ചിക്കൻ മസാല വേണ്ട എന്നൊരു പോസ്റ്റോട് കൂടി കെ പി ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരിയായിട്ടുള്ള കെ പി ശശികല ടീച്ചർ രംഗത്ത് വന്നു. ഹിന്ദു ഐക്യവേദിക്കാരും വിശ്വഹിന്ദു പരിഷത്തുകാരും സംഘപരിവാർ സംഘടനകളും ശക്തമായ പ്രതിഷേധം പറഞ്ഞു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ക്രിസ്തീയമായ ഒരു പാട്ട് പാടിയാൽ ആർക്കെങ്കിലും കുരുപൊട്ടുമോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യകാരണ സഹിതം ഡേറ്റാബേസ് നമ്മൾ അനലൈസ് ചെയ്താൽ മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ നന്ദഗോപരും സംഘവും ചെയ്തിരിക്കുന്നത് ഗാനമേളയല്ല. പലരും ഇതിനെ ഭക്തി ഗാനമേള എന്നാണ് പേരിടുന്നത്. ഇത് ഗാനമേളയല്ല, ഇത് ഭജൻ. കർണാടക സംഗീതമുണ്ട്, ഭജനുകളുണ്ട്, ഗാനമേളയുണ്ട്, ഭക്തിഗാനങ്ങളുണ്ട്, പല സാധനങ്ങളുണ്ട്. അതിൽ ഭക്തിമാർഗം മാത്രം. കാരണം ഇത് കേട്ടോണ്ടിരിക്കുന്ന അങ്ങ് ഭക്തിയിൽ ലയിക്കുകയാണ്. സാധാരണ ഒരു ഗാനമേള കേൾക്കും പോലെ കൈയടിക്കുക പാട്ട് കേൾക്കലല്ല. ഇത് അവർ അങ്ങ് ഭക്തിയിൽ അങ്ങ് ആറാടുകയാണ്. അങ്ങനെ ഭക്തിയുടെ മൂർത്തിഭാവമായിട്ടുള്ള ഭജൻ എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലുള്ള ഒരു പ്രത്യേക വിഭാഗം, സംഗീത വിഭാഗമാണ്. ആ സംഗീത വിഭാഗമാണ് നമ്മുടെ പയ്യൻസ്മാർ നന്ദഗോപരും സംഘവും ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ പാടാൻ വരുന്നിടത്ത് അമ്മമാരും സഹോദരിമാരും കുട്ടികളുമല്ല ഇവരുടെ കാല് തൊട്ട് തൊടും. ഇവർ വരുമ്പോഴേ കൈയടിക്കും. ഏതെങ്കിലും ഗാനമേള സംഘം വരുമ്പോൾ ആരെങ്കിലും കൈയടിക്കുകയും പോയി കെട്ടിപ്പിടിക്കുകയും കാല് തൊട്ട് തൊഴുകയും അനുഗ്രഹമാക്കിയൊക്കെ ചെയ്യും. ഒന്നുമല്ല, ഇവർ കൃഷ്ണഭജൻ പാടുന്നു, അയ്യപ്പ സ്തുതി പാടുന്നു, അല്ലെങ്കിൽ ദേവി സ്തുതി പാടുന്നു. ഇവർ ഭജനുകൾ പാടുമ്പോൾ പാടുന്നവരെയും ദൈവതുല്യരായി കാണുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ ഭജൻ. ആ ഭജനെ അവിടെ മറ്റു ഗാനങ്ങളുമായി കൂട്ടിയോജിപ്പിക്കാതിരിക്കലാണ് നല്ലത്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഭജൻ കേൾക്കാൻ വരുന്നത് കൃത്യമായി ഭക്തിയുള്ള ആളുകളാണ്, അല്ലാതെ മറ്റൊരാളോടെ വരുന്നില്ല. അവർ കേൾക്കാൻ ഉദ്ദേശിക്കുന്നതും അത്തരം പാട്ടുകളാണ്. അവിടെ ഒരു ക്രിസ്തീയ പാട്ട് പാടി ഒരു മതേതരനാകാൻ ഒരു ശ്രമം നടത്തേണ്ട കാര്യമില്ല. കല്യാണ ഫംഗ്ഷന് പോകുന്നു, മറ്റ് പബ്ലിക് ഫംഗ്ഷനുകൾക്ക് പോകുന്നു, സ്വാഭാവികമായിട്ട് അവിടെ ഭജൻ അല്ലല്ലോ പാടുന്നത്. അവിടെ ഭജൻ പാടിയാലും കുഴപ്പമില്ല, അതിൻ്റെ ഗാനമേളയുടെ കൂട്ടത്തിൽ മറ്റ് പാട്ടുകളും പാടാം. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് നന്ദഗോപനും സംഘവും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ജെന്യുവിനാണെങ്കിൽ, നിങ്ങൾ ഭക്തിയുടെ മാർഗം ഉപയോഗിച്ച് കാശുണ്ടാക്കാനല്ല നടക്കുന്നത്, നിങ്ങൾക്കിതൊരു സാധന പോലെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളും ഇതൊരു ദൈവത്തിൻ്റെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറി ചിന്തിക്കണം. ഇത് ഭജൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഭജൻ മാത്രമായി ഉണ്ടാവുക. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ആളുകൾ കയറി വിതിരിക്കുമ്പോൾ അവിടെ നോൺ വെജ് സപ്ലൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ആളുകൾ ചിലപ്പോൾ വെജ് കഴിച്ചുകൊണ്ട് പോകും. പക്ഷേ ആ നോൺ വെജിൻ്റെ സ്മെല്ല് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. വെജ് എന്ന് ബോർഡ് വെച്ചാൽ വെജ് കൊടുക്കുക. ഇനി നോൺ വെജ് ഉണ്ടെങ്കിൽ അതുകൂടി നേരത്തെ പറയുക. അപ്പോൾ നിങ്ങൾ നോട്ടീസ് വയ്ക്കുമ്പോൾ ക്രിസ്തീയ ഗാനങ്ങളും ഉണ്ടെന്ന് പറയുക. അപ്പോൾ വരുന്നവർ വരട്ടെ. അപ്പോൾ അതേസമയം ആളുകൾ മുന്നിൽ വന്നിരുന്ന് ഭജൻ തുടങ്ങി കുറേ പാട്ടുകൾ പാടിക്കഴിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ പുഷ്പൻ്റെ പാട്ട് ഡിമാൻഡ് ചെയ്ത് കടയ്ക്കൽ തിരുവാതിരയിൽ വലിയ വിഷയമായില്ലേ? തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കൽ തിരുവാതിര നടക്കുന്ന കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ വലിയ വിഷയമായില്ലേ? സംഘർഷത്തിലേക്ക് പോയില്ലേ? വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ക്ഷേത്രങ്ങളിൽ ഭജൻ എന്ന് പറയുന്നത് ഒരു ഭക്തി സംവിധാനമാണ്. അത് ഹിന്ദുക്കളുടെ ഒരു പാട്ടാണ്. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? യുക്തിവാദികൾ, കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ തന്നെ മുസ്ലിം സുഡാപ്പികൾ, മുസ്ലിം ആളുകൾ, ക്രിസ്ത്യാനികൾ, സകല പേരും ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നന്ദഗോപൻ്റെ ഭജൻ എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകൾ വളരെ ബോധപൂർവം ഇത് കയറ്റിവിടുന്നതാണ്. ഇത് സംഘപരിവാർ സംഘടനകൾ മാമാങ്കങ്ങൾ നടത്തുന്നു,
പിന്നെ മഹാകുംഭമേളകൾ കേരളത്തിൽ നടത്തുന്നു. അതുപോലെ RSSന്റെ ഒരു അജണ്ടയാണ് നന്ദഗോപന്റെ ഭജൻ. ഇത് ജനങ്ങളെ RSSലേക്കും BJPയിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണെന്ന് വരെ പറഞ്ഞ് സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് വലിയ വീഡിയോകളും ചാനൽ പരിപാടികളൊക്കെയാണ് വന്നത്. ഇവിടെ വലിയ ചർച്ചയാണ് വന്നത്. പക്ഷേ ആ ചർച്ച ഇക്കാരിപ്പോൾ എവിടെ പോയി? ഇദ്ദേഹം ക്രിസ്തീയ പാട്ട് പാടിയല്ലോ, അപ്പോൾ അത് BJP അല്ലല്ലോ. ഇനിയിപ്പോൾ നാളെ മുസ്ലിം പാട്ട് പാടുമോ? പണത്തിന് വേണ്ടി, കാശിന് വേണ്ടി പൂരപ്പാട്ട് പാടരുത്, ഭരണിപ്പാട്ട് നിങ്ങൾ പാടരുത്. അത് ഭരണിപ്പാട്ടുമായി ബന്ധപ്പെട്ടവർ പാടിക്കോട്ടെ. ക്രിസ്തീയ ഗാനങ്ങൾ പള്ളികളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പ്രോഗ്രാം വയ്ക്കുകയാണെങ്കിൽ പള്ളിയിൽ നിങ്ങൾ ക്രിസ്ത്യൻ പാട്ടുകൾ പാടിക്കോളൂ. അവിടെ കയറി ഭജൻ പാടാൻ പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഭജൻ അല്ലാതെ ഉണ്ടല്ലോ, നമുക്ക് യൂട്യൂബിലും അത് കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ഇതൊരു കുറച്ചുകൂടി ഒരു ജെന്റിൽമാൻഷിപ്പിൽ പോകുന്ന മതേതരത്വമല്ലേ നമുക്ക് നല്ലത്. അല്ലാതെ ഇവിടെ ഒരു പാട്ട് പാടിപ്പോയത് കൊണ്ട് ആളുകൾക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാരതത്തിൽ ഹിന്ദുവിൻ്റെ പുറത്തിന് എന്ത് ചെയ്താലും ഒന്നുമില്ല, അവരതൊക്കെ സഹിക്കും. അവരങ്ങനെ പ്രതികരിക്കാൻ പോകുന്നവരല്ല. അവർ പ്രമേയം പാസ്സാക്കാൻ പോകില്ല. പള്ളിയിലാണെങ്കിൽ കൃത്യമായി അവർ പ്രമേയം പാസ്സാക്കും. അല്ലെങ്കിൽ അച്ഛനോട് പരാതി പറയും, അച്ഛോ ഇവിടെ ദേവി പാട്ടുകളും അയ്യപ്പൻ പാട്ടുകളും പാടാനുള്ള സ്ഥലമല്ല, പള്ളിപ്പാട്ട് ക്രിസ്തീയ പാട്ടുകൾ പാടാനുള്ളതാണ് എന്നവർ പറയും. മുസ്ലിങ്ങളെ പള്ളിയിലാണെങ്കിൽ പിന്നെ ചിന്തിക്കുകയേ വേണ്ട, അങ്ങോട്ട് പോയി പാട്ട് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഭജൻ എന്ന് പറയുന്നത് ഒരു ഭക്തിയാണ്. ഭക്തിയിൽ വരുന്നൊരു പ്രത്യേക വിഭാഗം പാട്ടുകളാണത്. അതിനകത്ത് കർണാട്ടിക് സംഗീതം കേൾക്കാൻ വരുന്നവരടുത്ത് നമ്മൾ ഡപ്പാങ്കൂത്ത് പാടരുത്. അതുപോലെ തന്നെ ഭജൻ കേൾക്കാൻ വരുന്നവരടുത്ത് ഹിന്ദു ഭജൻ കേൾക്കാൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വരുന്നവർക്ക് ഹിന്ദു ഭജനാണ് നിങ്ങൾ സംഭാവന ചെയ്യേണ്ടത്, നിങ്ങൾ വിളമ്പേണ്ടത്. മറ്റെല്ലാം നിങ്ങളെ സ്റ്റോക്കിലിരിക്കട്ടെ. നിങ്ങൾക്ക് മറ്റ് വേദികളുണ്ട്, അവിടെ നിങ്ങൾക്ക് വിളമ്പാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാതെ ക്രിസ്തീയ ഭജനുകളും ഹിന്ദു ഭജനുകളും 2 വിഭാഗമാക്കി നിങ്ങൾക്ക് കാസറ്റ് ഇറക്കാം. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷേ ഇത് ഒരുതരം ഉഡായിപ്പ് പരിപാടിയാണ്. ഇത് വരുമ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള കേവല പരിപാടിയായി എല്ലാവരും നിങ്ങളെ വിലയിരുത്തും.